എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ മോൻ എണീറ്റ് കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഓനെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് വേണം എനിക്ക് അടുക്കളയിലത്തെ പണിയെടുക്കാൻ പോകാൻ. ഓക്കെ ആക്കാൻ നോക്കി നിൽക്കാതെ തന്നെ ഞാൻ വേഗം പോയിട്ട് കടല അടുപ്പത്തിട്ടു. കാരണം എന്താ വെച്ചാൽ കടലക്കറി ഉണ്ടയാക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ കടല ചുവന്ന കടലാണ് കേട്ടോ. അപ്പോൾ ആ ചുവന്ന കടല വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചാൽ അത് അവിടെ ഇരുന്ന് വേവുമല്ലോ. ആ സമയത്ത് നമുക്ക് ഞാൻ പിന്നെ അവരുടെ അടുത്തേക്ക് പോയി. ഞാൻ അമ്പുവിനോട് പുതപ്പെല്ലാം കൊണ്ടാക്കാൻ പറഞ്ഞിട്ടാകുമ്പോൾ ഓൻ കളിക്കുന്ന കളിയാണിത്. പിന്നെ ഒന്നും മൈൻഡ് ആക്കുന്നില്ല, ഞാൻ പറയുന്നൊന്നും ഓൻ കേൾക്കുന്നില്ല. ഓൻ്റെ ഒരു കളിയിൽ മുഴുകി നിൽക്കുന്നുണ്ട്. കളിക്കുന്ന സാധനം എല്ലാം നിരത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും എടുത്ത് വെക്കുമ്പോൾ ഓനതൊന്നും കേൾക്കുന്നേ ഇല്ല. അമ്പോ നമ്മൾ ഇന്ന് എന്താ ചായക്ക് ഉണ്ടാക്കുന്നേ? പറ അമ്പോ. മുട്ടയോ? എന്ത് മുട്ടയാ അമ്പോ ഉണ്ടാക്കുന്നേ? അതെയോ, മോനെ ഗിരിചേട്ടൻ്റെ കൈമ കൊടുത്തിട്ട് തേങ്ങ വിളിക്കാൻ പോയി. പിന്നെ തേങ്ങ രണ്ടെണ്ണത്തിന് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ തേങ്ങ ഒളിച്ച് ചിരണ്ടി വെച്ചാൽ ഉണ്ടയ്ക്കുമായി കടലക്കറിക്കുമായി. അപ്പോൾ ഞാൻ ഇന്ന് വറുത്തരച്ചിട്ടുള്ള കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവനെ എടുത്ത് കുറച്ച് സമയം കളിപ്പിച്ചു. പിന്നെ TV വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് പിന്നെ അടുക്കളയിൽ വന്ന് പണിയെടുക്കാൻ തുടങ്ങി. ഓരോരോ പണികൾ വേഗം വേഗം നോക്കിയും കണ്ടും തീർത്തില്ലെങ്കിൽ നല്ല മുട്ടൻ പണി കിട്ടും കുറച്ച് കഴിയുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ഒന്നും നടക്കില്ല. പിന്നെ ലാസ്റ്റ് എന്തെല്ലാം ആണെങ്കിലും നമ്മളോട് ചോദിക്കും, നീ എന്താക്കിയ രാവിലെ ഇത്രയും സമയമായിട്ട് നീ ഒന്നും ആക്കിയില്ലേ ചോദിക്കും. പക്ഷെ എല്ലാം ആക്കുന്നുണ്ട്, വിചാരിക്കുന്ന സമയത്തിന് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞ് കരയുന്നതുകൊണ്ട് അതും എടുക്കാൻ വരണം. ആ സമയത്ത് ഞാൻ കടലക്കറിക്ക് വേണ്ട തേങ്ങ വറുത്ത് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടയ്ക്ക് കുഴക്കാം കേട്ടോ. ഉണ്ടയ്ക്ക് കുഴച്ച് മറ്റേ നമ്മളെ സ്റ്റോറിൽ തരിയും ഞാൻ കുറച്ച് പച്ചരിയും കൂട്ടലുണ്ട്. പിന്നെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുത്ത് ഉപ്പും തേങ്ങയും കൂട്ടി ഉരുട്ടിയെടുക്കണം. എന്നിട്ട് അത് ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ നമ്മുടെ, ആ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കും. പിന്നെ രാവിലെ വെച്ച് കഴിക്കുന്ന ആഹാരമെല്ലാം നല്ലതാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്ക് ദോശ ഇഡ്ഡലി അങ്ങനത്തേനോടെല്ലാം ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു വഴിക്ക് കടലക്കറി റെഡിയാക്കി. പിന്നെ അപ്പോൾ ഗിരീഷേട്ടൻ മോൻ്റെ യൂണിഫോമെല്ലാം ഇസ്തിരി ഇട്ട് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുമോ എന്നും ഇവർക്ക് നല്ല സുഖം തന്നെയെന്ന്. പക്ഷേ എന്നും ഇവർ ഇസ്തിരി ഇടലില്ല. ഇന്നിപ്പോൾ എന്തേ പതിവില്ലാതെ ഇസ്തിരി ഇടുന്നത് എനിക്കറിയില്ല. പിന്നെ രാവിലെ ഞാൻ ഈ ഫോൺ പിടിച്ച് നടക്കുന്നത് ഇന്നത്തോണ്ട് എൻ്റെ ഈ വീഡിയോ സ്റ്റോപ്പാക്കും. ഞാൻ രാവിലെ എടുക്കാൻ പറ്റില്ല എനിക്ക്. എന്താ വെച്ചാൽ ആൾ നല്ല ചൂടിലുണ്ട്. കാരണം എന്താ വെച്ചാൽ രാവിലെ ഞാൻ ഈ വീഡിയോയും ഫുഡാക്കുന്നതെല്ലാം കൂടെ നടക്കൂല. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യമെല്ലാം നേരെ നോക്കിയില്ലെങ്കിൽ ചിത്ത വെക്കും. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ ഫോണും എടുത്ത് വീഡിയോയും പിടിച്ച് നടക്കുന്നതുകൊണ്ട് സഹായിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇസ്തിരി ഇട്ട് വന്നത്. അപ്പോൾ ഈ പിള്ളേരെ രാവിലെ ഇവിടെ ഒരു യുദ്ധക്കളം തന്നെ കേട്ടോ, യുദ്ധക്കളം. എങ്ങനെ എനിക്കറിയുന്നില്ല ഈ 3-4 പിള്ളേരുള്ള വീട്ടിലെ അവസ്ഥ. ഇവിടെ 2 ആളുണ്ടായിട്ട് തന്നെ ഒന്നും മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഓരോരിക്കും എനിക്കിങ്ങനെ ബേജാറാവും ഒന്നും വിചാരിച്ച് കണക്ക് നടക്കാതിരിക്കുമ്പോൾ. പിന്നെ ഞാൻ ചായയെല്ലാം കുടിച്ചു. പാലുണ്ടായിട്ട് അപ്പോൾ കട്ടൻ ചായ വെച്ചു, ചായയെല്ലാം കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അമ്പുവിനോട് ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, അമ്മേനെ നിനക്ക് ഇഷ്ടമാണ്? അമ്മേനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. വേറെ ഒന്നുമില്ലേ? അമ്മ ഈ വീട്ടിലാരാ? ജോലിക്കാരി. ജോലിക്കാരിയോ? ഞാനോ? ആരെ പറഞ്ഞ നിൻ്റെ അടുത്ത്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മക്കൾ മനസ്സിലാക്കി വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും ഇങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിചാരം നമ്മൾ ജോലിക്കാരി തോട്ട് ചെറുപ്പത്തിൽ അവരെ മനസ്സിൽ വന്നു. പക്ഷെ നമ്മളാണത് മാറ്റിയെടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ പല വീട്ടിലും പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാവും. പക്ഷേ എത്ര പറഞ്ഞു കൊടുത്താലും ഇപ്പം അത്യാവശ്യം ചെറിയ ചെറിയ ജോലിയെല്ലാം ഞാൻ ഇവനെ കൊണ്ട് ചെയ്യിക്കലുണ്ട്. എന്നെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ആ ഒരു കാഴ്ചപ്പാടാണ്. അവൻ്റെ എന്നല്ല, മിക്ക വീടുകളിലും കുട്ടികളുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും. അവർ വിചാരിക്കുന്നത് അമ്മയെ ഒരു ജോലിക്കാരിയായിട്ടായിരിക്കും അവർ കാണുന്നത്. അത് അവരുടെ കുറ്റമല്ല. നമ്മളെ വീട്ടിലെ ഇപ്പോൾ അച്ഛൻ അമ്മയെ സഹായിക്കുന്ന കണ്ട് വളർന്നാലേ അവർക്ക് ആ ഒരു ചിന്താഗതി മാറ്റം വരുള്ളൂ. ഇവിടെ എന്നെ അങ്ങനെ സഹായിക്കുന്ന കുറവ് തന്നെ. ഇപ്പം ഞാൻ എന്ത് പറ്റിയെന്നറിയില്ല. യൂണിഫോം ഇടയ്ക്ക് അങ്ങനെ ഇസ്തിരി ഇടലുണ്ട്, എപ്പോഴൊന്നും ചെയ്യലൊന്നുമില്ല.
പിന്നെ അപ്പോൾ അതെന്തെന്നറിയില്ല. ഓനങ്ങനെ പറഞ്ഞത് കേട്ടിട്ടാകുമ്പോൾ എനിക്കൊരു ഞെട്ടലായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈശ്വര, ഇവരെല്ലാം ഇങ്ങനെയാണോ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കുന്നത്, നമ്മളെ വെറും ജോലിക്കാരിയായിട്ടാണോ കാണുന്നത്. അപ്പം ഞാൻ അവനെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു കൊടുത്തു, എടാ അങ്ങനെയല്ല, അമ്മയെ ജോലിക്കാരിയായിട്ടല്ല കാണേണ്ടത്. അത് അമ്മ ജോലി ചെയ്യുന്നതെന്ന് വെച്ച് അമ്മ ഒരു ജോലിക്കാരിയല്ല ഒരിക്കലും. അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നത്, അമ്മ ഇല്ലത് കൊണ്ടല്ലേ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്. അതൊരു ജോലിയാണ്, പക്ഷെ എന്നാലും ജോലിക്കാരിയായിട്ട് അമ്മേനെ കണ്ടുകൂടാ എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അവന് മനസ്സിലായോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ ചെടിക്കെല്ലാം വെള്ളം അടിക്കാമെന്ന് വിചാരിച്ചു. ചട്ടിയിൽ ചെടിയൊന്നും ഇല്ലെങ്കിലും വെള്ളം നനയ്ക്കുന്നതിനൊരു കുറവ് വേണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വെള്ളം നനച്ചത്. ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ കിളുത്ത് വന്നോട്ടെന്ന് വിചാരിച്ചിട്ട്. ഒരുപാട് ചെടി ഉണ്ടായത് കേട്ടോ ഇവിടെ. നോക്കാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പോയതാണ്. എപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കാൻ ഒരാൾ വേണമല്ലോ. കുഞ്ഞായ പിന്നെ ഒട്ടും സമയം കിട്ടുന്നില്ല. അതുവരെ ചെടിയെല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.